നമസ്കാരം. വേഗതയുടെ കാര്യത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട റെയിൽവേ സംവിധാനമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ. സാധാരണ തീവണ്ടികളേക്കാൾ അധിക വേഗതയും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും അതിനുള്ളിലെ സൗകര്യങ്ങളും ഭക്ഷണവും ഒക്കെ തന്നെ ഇപ്പോഴും ചർച്ചയാണ്. ഇപ്പോഴും സമൂഹമാധ്യമങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളുമൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. വേഗതയും അത്യാധുനിക സൗകര്യങ്ങളും കൊണ്ട് വിസ്മയിപ്പിച്ച വന്ദേ ഭാരത് ട്രെയിനുകളുടെ വേഗത കുറയുന്നതായിട്ടാണ് ഇപ്പോൾ റെയിൽവേ സമ്മതിച്ചിരിക്കുന്നത്. യാത്രാസമയം കുറയുന്നു എന്നതാണ് കേരളത്തിൽ ഉൾപ്പെടെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ സ്വീകാര്യതയ്ക്ക് വലിയ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ടത്. ഇതുകൊണ്ട് തന്നെയാണ് ഇരു കൈകളും നീട്ടി യാത്രക്കാർ ഇന്ത്യൻ റെയിൽവേയിലെ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിനെ വൻ ഹിറ്റാക്കി മാറ്റി. ട്രെയിനിൻ്റെ വേഗത കുറയുന്നു എന്ന വിവരാവകാശ രേഖ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് റെയിൽവേ ഇക്കാര്യം തുറന്ന് സമ്മതിച്ചത്. 2019 ഫെബ്രുവരി മുതലാണ് രാജ്യത്ത് വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്. കേരളത്തിൽ നിലവിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. 2020-21 കാലഘട്ടത്തിൽ ശരാശരി 84.48 കിലോമീറ്റർ വേഗത്തിലായിരുന്നു വന്ദേ ഭാരത് സഞ്ചരിച്ചിരുന്നത്. എന്നാൽ 2023-24 എത്തുമ്പോൾ 76.25 കിലോമീറ്ററിലേക്ക് വേഗത താഴ്ന്നു. വന്ദേ ഭാരത് മാത്രമല്ല മറ്റ് പല ട്രെയിനുകളുടെയും വേഗതയിൽ കുറവ് വന്നതായി റെയിൽവേ അധികൃതർ പറയുന്നു. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ വേഗത കുറയാനുള്ള കാരണവും റെയിൽവേ തന്നെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ട്രെയിനിൻ്റെ ക്ഷമതയുടെയോ പ്രശ്നമല്ല വേഗത കുറഞ്ഞതിന് പിന്നിൽ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റെയിൽവേ പാളങ്ങളിൽ വലിയ തോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇതുമൂലം പലപ്പോഴും കൂടുതൽ വേഗത്തിൽ പോകാൻ സാധിക്കില്ല. പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടുതൽ ദുഷ്കരമായ റെയിൽവേ ലൈനുകളിലൂടെയുള്ള റൂട്ടുകളിൽ ഓടാൻ തുടങ്ങിയതും ശരാശരി വേഗതയിൽ കുറവുണ്ടാകാൻ കാരണമായതായി റെയിൽവേ പറയുന്നു. കൊങ്കൺ മേഖലകളിൽ കൂടി ഓടുന്ന ട്രെയിനുകൾ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി വേഗത കുറച്ചാണ് സർവീസ് നടത്തുന്നത്. കുന്നുകളും മലകളും കാരണമാണ് ഇത്. മൺസൂൺ കാലത്ത് ശരാശരി 75 കിലോമീറ്റർ വേഗത്തിലേക്ക് ഈ റൂട്ടിലെ വന്ദേ ഭാരത് സർവീസുകളുടെ വേഗപരിധി നിജപ്പെടുത്തുന്നതും വേഗത കുറയുന്നതിനുള്ള കാരണമായി റെയിൽവേ വിശദീകരിക്കുന്നു. അധികം വൈകാതെ ഈ റെയിൽവേ പാളങ്ങളിലെ അറ്റകുറ്റപ്പണികളും മറ്റ് നവീകരണ പ്രവർത്തനങ്ങളും സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങളുമൊക്കെ പൂർത്തിയായാൽ തീർച്ചയായിട്ടും 85 കിലോമീറ്റർ വേഗതയിൽ ശരാശരി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് സഞ്ചരിക്കാൻ സാധിക്കും എന്ന് റെയിൽവേ ഉറപ്പ് നൽകുന്നു.